സ്നേഹമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവിനെ കുറിച്ച് ആണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്താണ് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവാണ് എന്ന് പറയേണ്ടി. അതിനേക്കാൾ വലിയൊരു കഴിവ് ദൈവത്തിനില്ല. മറ്റനേകം കഴിവുകളുണ്ട്, പരിധിയില്ലാത്ത കഴിവുകളാണ് അവയെല്ലാം. എങ്കിലും ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവ് ഒറ്റപ്പെട്ടു തന്നെ നിൽക്കുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവിൽ പങ്കുചേരാനായിട്ടുള്ള സാഹചര്യം ഒരു പരിധിവരെ എല്ലാ ജീവജാലങ്ങൾക്കും അവിടുന്ന് നൽകിയിട്ടുണ്ട്. മത്സ്യ മൃഗാദികൾ, പക്ഷിപ്പറവകൾ, അങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം ഒന്നുകിൽ മുട്ടയിട്ട് വിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവുള്ള പങ്കുചേരണം. അതുപോലെ തന്നെ പ്രസവിക്കുന്ന ജന്തുക്കളുണ്ട്, ആനിമൽസ് ഉണ്ട്, മൃഗങ്ങളുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവിലുള്ള പങ്കുചേരലാണ്. ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. അവർക്കൊക്കെ ആ രീതിയിൽ എന്ന് വിചാരിച്ച് പരിധിയില്ലാത്ത കഴിവുണ്ട് എന്നൊന്നും അല്ല. പങ്കുചേരാനുള്ള ഒരു സാധ്യത ദൈവം. മനുഷ്യന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. മനുഷ്യനും ദൈവത്തിന്റെ സൃഷ്ടിപരമായ കഴിവിൽ പങ്കുചേരാനുള്ള ആ സാധ്യത ദൈവം കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നു, അവരെ വളർത്തുന്നു, അവരെ സ്വതന്ത്രരാക്കുന്നു, അവരെ പ്രായപൂർത്തിയാക്കി എടുക്കുന്നു, അവരെ പഠിപ്പിക്കുന്നു. എല്ലാ വിധത്തിലുള്ള പരിശീലനവും കൊടുക്കാൻ മനുഷ്യന് കഴിവുണ്ട്. അത് ദൈവത്തിന്റെ കഴിവിലുള്ള ഒരു പങ്കുചേരലായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിപരമായ കഴിവിൽ പങ്കുചേരാൻ കഴിവില്ലാത്ത രണ്ട് വിഭാഗങ്ങളാണ് അരൂപികളായിട്ടുള്ള ദുഷ്ടാരൂപികളും അതുപോലെ തന്നെ നല്ല അരൂപികൾ. നല്ല അരൂപികൾക്കും ദൈവത്തിന്റെ സൃഷ്ടിപരമായ കഴിവിൽ പങ്കുചേരാൻ കഴിവില്ല. ദുഷ്ടാരൂപികൾക്കും അതിന് ഒട്ടും പങ്കില്ല. അപ്പോ അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തോട് മത്സരിക്കാൻ പറ്റും. മാലാഖമാർ ഒരിക്കലും ദൈവത്തോട് മത്സരിക്കുക. ദൈവത്തിനോട് ചേർന്ന് അവരെ ജീവിക്കുന്ന ശുശ്രൂഷകരാണ്. എന്നാൽ ദൈവത്തോട് മത്സരിച്ച് വേർപെട്ട് ഇന്നും മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ദുഷ്ടാരൂപികൾ അഥവാ പിശാചികൾ. പിശാചികൾക്ക് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയും ദൈവത്തോട് നേരിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോൾ അത് അങ്ങനെയൊരു സാധ്യത ഒരിക്കലും ദുഷ്ടാരൂപികൾ എപ്പോഴും അതുകൊണ്ട് ദൈവത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും മത്സരിച്ച് ജയിക്കാൻ. നേരെ മറിച്ച് ആ കഴിവ് പിശാചിന് ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും ഒരു യുദ്ധം തന്നെ നടന്നു, ഒരു പോരാട്ടം തന്നെ നടന്നു. ആ ഒരു പോസിബിലിറ്റി ഒരിക്കലും ദുഷ്ടാരൂപികൾക്ക് അഥവാ പിശാചിന് നൽകപ്പെട്ടിട്ടില്ല. അതിനാൽ തന്നെ അവര് പരിമിതരായി അടയ്ക്കപ്പെട്ട് ഇരിക്കുന്ന ഒരു വിഭാഗത്തിലാണ്. അപ്പോ അതാണ് ദൈവവും ദുഷ്ടാരൂപികളും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുമ്പോൾ കുറെ മാലാഖമാരെയും കുറെ മനുഷ്യരെയും സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമല്ല. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചം പോലെ അനന്തമായ എണ്ണമില്ലാത്ത വിധം വേർപെട്ട പ്രപഞ്ചങ്ങളെ സൃഷ്ടിക്കാനായിട്ട് ദൈവത്തിന് കഴിവുണ്ട്. അതാണ് ദൈവത്തിന്റെ പരിധിയില്ലാത്ത കഴിവെന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി. ഇനിയും പകുതി ആത്മാവും പകുതി ശരീരവുമായിട്ടുള്ള സൃഷ്ടികളാണ് മനുഷ്യൻ. മനുഷ്യന് ദൈവത്തിന്റെ സൃഷ്ടിപരമായ കഴിവിൽ പങ്കുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. എന്നാൽ അതോട് ചേർത്തൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, മനുഷ്യൻ ദൈവത്തോട് മത്സരിക്കാൻ പോരുന്നവനായിട്ടാണ് ഇന്ന് കാണുന്നത്. അവന്റെ ബുദ്ധിയുണ്ട്, അവന് മനസ്സുണ്ട്,
അവന് അവൻ്റെതായ കഴിവുകളുണ്ട്. അതൊക്കെ വെച്ച് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തെ പോലും വെല്ലുവിളിക്കുന്നു, ദൈവത്തിന്റെ കഴിവിനെ പോലും വെല്ലുവിളിക്കുന്ന വിധത്തില് പോരുന്ന മനുഷ്യര് ഈ ലോകത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. അവര് ദൈവത്തോട് മത്സരിച്ചുകൊണ്ടിരിക്കുക. അവര് പരിമിതരാണ്, പരിധിയിലാണ് ജീവിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടും ദൈവത്തോട് മത്സരിക്കുന്ന ഒരു വിഭാഗം നല്ലവരായ മനുഷ്യരല്ല. എല്ലാ വിധത്തിലും ദൈവത്തിൽ നിന്ന് വേർപെട്ട് ചിന്തിക്കുകയും വേർപെട്ട് ജീവിക്കുകയും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്യുന്ന മനുഷ്യരൊരു വിഭാഗം ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പിശാചുക്കള് ദൈവത്തോട് മത്സരിക്കുന്നത് പോലെ തന്നെ ദൈവത്തോട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ മത്സരിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ. അത് പിശാചിന് അഹങ്കാരമുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ദൈവത്തോട് മത്സരിക്കാനുള്ള അഹങ്കാരമുണ്ട്. അതാണ് മനസ്സിലാക്കുക. അവര് ദൈവത്തോട് മത്സരിക്കുക, അവർ ജീവിക്കുകയല്ല, ദൈവത്തിന്റെ ജീവനിൽ പങ്കുചേരാനാണ്, ദൈവത്തിന്റെ സൃഷ്ടിപരമായിട്ടുള്ള കഴിവിൽ പങ്കുചേരാനല്ല അവർ ആഗ്രഹിക്കുന്നത്. ദൈവത്തിനെതിരെ മറുതലിച്ചുകൊണ്ട് അവര് എന്തോ ആണ് എന്ന് ഭാവിച്ചുകൊണ്ട് ദൈവത്തോട് മത്സരിക്കുന്നു. തങ്ങളുടെ പരിധിയോ പരിമിതിയോ അല്ല, അവരുടെ കഴിവിലുള്ള ഉന്നതമാണ് കാണുന്നത്. അപ്പോ അവരോട് അവര് എന്തിനോടാണ്, എങ്ങനെയാണ് ദൈവത്തോട് മത്സരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ദൈവത്തിന്റെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന പിശാചിന്റെ മറ്റൊരു വിധത്തിലുള്ള പതിപ്പായിട്ട് അവർ ഇപ്പോഴേ മാറിക്കൊണ്ടിരിക്കും. മരണത്തിന് മുമ്പ് തന്നെ അവർ ദൈവത്തിനെതിരായിട്ട് തിരിയുന്നു, ദൈവത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്നു, ദൈവത്തിൽ നിന്ന് വേർപെട്ട് ദൈവത്തോട് മത്സരിക്കുന്നു. അപ്പോ അത് നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള കഴിവ് ആസ്വദിക്കുന്ന എല്ലാ നല്ല മനുഷ്യരുണ്ട്, വളരെയധികം നല്ല മനുഷ്യരുണ്ട്. അവരൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. എല്ലാ ജീവജാലങ്ങളും സൃഷ്ടജാലങ്ങളും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് പിശാചികളും അഹങ്കാരികളായ മനുഷ്യരും മാത്രമാണ്. അവർക്ക് കിട്ടാൻ പോകുന്ന ഭാവി അവർക്ക് നിത്യനാശമാണ് എന്നുള്ളത് അവര് ബോധ്യപ്പെട്ടു. പിശാചിന് അത് ഫൈനലായി കഴിഞ്ഞു. അഹങ്കാരികളായ മനുഷ്യരെ പറ്റിയുള്ള തീരുമാനം അന്തിമമായിട്ടില്ല. അത് അവരുടെ മരണത്തോടു കൂടിയാണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നല്ലവരായ ആളുകള് തങ്ങളുടെ കഴിവ്, നമ്മുടെ സ്വാതന്ത്ര്യം, തങ്ങളുടെ നന്മകള്, നമ്മുടെ സൃഷ്ടിപരമായ കഴിവുകള് ദൈവത്തിന്റെ ഹിതത്തിന് ചേർന്ന് ദൈവത്തോട് ചേർന്ന് അവർ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. അതിലേക്കാണ് എല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ദൈവം നൽകിയ ജീവൻ, സൃഷ്ടിപരമായ ജീവൻ നിത്യജീവനായിട്ട് മാറും. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനമായ ജീവൻ നിത്യജീവനായിട്ട് മാറാത്തക്കൊണ്ട് നമ്മള് ദൈവത്തോട് ചേർന്ന് സഹകരിച്ച് നമ്മള് അത് സ്വന്തമാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുള്ള വഴികളാണ് ദൈവം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്നത്. അതിൽ പങ്കുചേർന്നുകൊണ്ട് നിത്യജീവൻ, നിത്യമഹത്വം ദൈവത്തിന്റെ മുന്നിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നിങ്ങൾക്ക്